ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ സീരീസിലെ 3ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിക്പേട്ട് മാർക്കറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിക്പേട്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഹോൾസെയിൽ മാർക്കറ്റാണ്. അവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും. നമ്മൾ ഇന്ന് പോകുന്നത് ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ചെരുപ്പ്, ബാഗ് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് വില കുറഞ്ഞിട്ട് നല്ല സാധനം കിട്ടുമെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ എല്ലാ സ്ഥലത്തുള്ളതുപോലെ പാർക്കിംഗ് ഇഷ്യൂ അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ എടുത്ത് പോയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് കേട്ടോ നമ്മളീ പോകുന്നത്. ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ബാംഗ്ലൂരിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ കുഞ്ഞി വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ആ വലിയ വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. JP നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ വേഗ സിറ്റി മോൾ. JP നഗറിലാണ് വേഗ സിറ്റി മോളിലുള്ളത്. ഓൾമോസ്റ്റ് ചിക്പേട്ട് എത്തി കേട്ടോ. നല്ല തിരക്കാണ്, നല്ല ബ്ലോക്കാണ്. ചിക്പേട്ട് ഷോപ്പിംഗ് സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ഇതാണ് മാർക്കറ്റ്. ഇവിടെ നിറച്ച് അപ്പുറം ഇപ്പുറം മുഴുവനും ഷോപ്സാണ്. നല്ല തിരക്കാണ് കേട്ടോ. ആൾക്കാരെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നടക്കാൻ പോലും പറ്റുന്നില്ല. ആൾക്കാരെ മുട്ടി നടക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഇങ്ങനെ ഒരു സിസ്റ്റമാണ് കേട്ടോ. നിലത്തിരുന്നിട്ട് ബെഡാണ് താഴെ, ബെഡിലിരുന്നിട്ട് അവരിങ്ങനെ ഓരോ സാധനമായിട്ട് നമുക്ക് കാണിച്ചു തരും. നമ്മൾ ഒരു ഹിന്ദി സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഇവിടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ സെലക്റ്റൊക്കെ ചെയ്യുന്നത്. അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ, ഈ ചേച്ചി, ഇപ്പോൾ എനിക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്തു തന്ന ചേച്ചി ആയാലും എല്ലാവരും നന്നായിട്ട് നമ്മളോട് സംസാരിച്ച് നമ്മളൊന്ന് ഈസാക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കടയിലില്ലാതെ നമ്മൾ വേറെ 2-3 കടയിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുംകും എന്ന് പറഞ്ഞ ഒരു കടയിലാണ്. ഈ സാരി വേറൊരു സ്ഥലത്താണ് നമ്മൾ കണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുറേ തിരക്കായിട്ടാണ്. നമ്മൾ കയറിയ പോലെയല്ല, ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായി. ആൾക്കാരിങ്ങനെ വെള്ളം ഒഴുക്കി വിട്ട പോലെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാർ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ പോകുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഉള്ളിലോട്ടുള്ള കടകളൊക്കെ അവർ നമുക്ക് കാണിച്ചു തരൊക്കെ ചെയ്യും. കണ്ടില്ലേ, നിറച്ച് കടകൾ മാത്രമാണ് ഇവിടെ. നമ്മളിനി തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്ഥലത്തോട്ട് നടക്കണം. നടന്നിട്ട് അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളവിടെ എത്തിയിട്ടോ, ഊബറൊക്കെ കിട്ടി തിരിച്ച് വരികയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. കുറേ തിരക്കും പിന്നെ ബാംഗ്ലൂരിൻ്റെ ഒരു വെതർ ചേഞ്ച് ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് നല്ലോണം ഇത് മനസ്സിലാവും. നല്ല തണുപ്പ് നല്ല ചൂടിലോട്ടേക്ക് ഒരൊറ്റ സ്വിച്ചിട്ട പോലെ മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ നമുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ തിരിച്ച് വരികയാണ്. ഓട്ടോച്ചാട്ടം കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടാക്കി നമുക്ക്. ഊബറിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് 200 റുപ്പീസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ആൾ കാല് മാറി 247 എങ്ങാനും നമ്മളോട് വാങ്ങിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു. ഊബർ വിളിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് അത് മനസ്സിലായത്. അവർക്കത് മാറ്റാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഫസ്റ്റ് എപ്പോഴും സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ അത് ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ സാരി എടുത്ത കടയുടെ പേര് പറഞ്ഞില്ലല്ലോ, സംസ്കൃതി സിൽക്സ് എന്നാണ് കേട്ടോ പേര്. നല്ല ഒരു കസ്റ്റമർ സർവീസൊക്കെ നല്ലതാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് അവിടെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ
ബാംഗ്ലൂർ സീരീസിലെ 3ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചിക്പേട്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇനി അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ള നിങ്ങളുടെ സജഷൻസിനൊക്കെ ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഓൾ.